അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ പലതും കടന്നു വരും. പക്ഷെ ശരിക്കും വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം അയാൾ തന്റെ രക്ഷിതാവിനോട് സംസാരിക്കുന്ന രംഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നൽ മുഅ്മിന ഇദാ കാന ഫി സ്വലാത്തി യുനാജി റബ്ബഹു. ഒരു വിശ്വാസി നമസ്കാരത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവൻ തന്റെ രക്ഷിതാവിനോട് സംസാരിക്കുകയാണ്. തന്റെ സൃഷ്ടാവായ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും സമ്മാനിച്ച എൻ്റെ റബ്ബിനോടുള്ള സംസാരമാണ് എൻ്റെ നമസ്കാരം. ആ നമസ്കാരത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അക്രമമായ യകൂനുൽ അബ്ദു ബി റബ്ബിഹി. ഒരടിമ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന രംഗം ഏതെന്നറിയും? വഹുവ സാജിദുൻ. അവൻ സുജൂദിലായിരിക്കുകയാണ്, സാഷ്ടാംഗം നമിക്കുമ്പോഴാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ രക്ഷിതാവിനോട്, സൃഷ്ടാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന മനോഹരമായ രംഗമാണ് നമ്മുടെ നമസ്കാരങ്ങളിലെ സുജൂദുകൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഒരു മനുഷ്യനെന്ന നിലക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ മുഖം, നമ്മുടെ നെറ്റിത്തടം, നടന്നു പോകുന്ന നിലത്ത് നാം വയ്ക്കുന്നതിൻ്റെ പേരാണല്ലോ സാഷ്ടാംഗം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ അത്ര അധികം, ഇനി അതിനേക്കാൾ നല്ലൊരു താഴ്മയുടെ, വിനയത്തിന്റെ ഭാവം വേറൊന്നില്ല. അത്രയും താഴ്മയിൽ സുജൂദിൽ വീണ് നാം കിടക്കുന്ന സന്ദർഭമാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രംഗം. ആ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ കിടന്ന് നടത്തുന്ന പ്രാർത്ഥന, ആ സുജൂദിലുള്ള പ്രാർത്ഥന റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രംഗത്തുള്ള പ്രാർത്ഥനയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം